Hello children, over the past few classes we have seen fractions and equivalent fractions. Now we know how to find equivalent fractions. Now let us move on to percentages. Percentages ennu parnale aa word il enna undu percent means in every 100. How many parts in every 100? Ningal percentages evidengilum use cheyana kandattundo? I'm sure you might have seen where we use percentages. Usually നമ്മൾ കടകളിലൊക്കെ ഇപ്പം സെയിലിന്റെ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, 50% ഓഫ്, 30% ഓഫ്, 10% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ ഇട്ടിരിക്കണതാണ് കടകളുടെ ഫ്രണ്ടിൽ അല്ലെ. സോ there the amount is expressed in percentages. Every 100 എത്ര റുപ്പീസ് ലെസ്. So 50% less ആണ് എന്ന് പറഞ്ഞാല് every 100 rupeesന് you have to pay only 50%. അതായത് 100 rupeesന് 50 rupees less. So 100 rupeesല് 50 rupees less എന്ന് പറഞ്ഞാല് പകുതി. Okay. So percent means every number of parts in every 100. So percentage എന്ന് എങ്ങനെ എഴുതുക? ഇങ്ങനെ, ഇതാണ് പെർസെന്റേജിന്റെ സിമ്പിൾ. ആദ്യം ഒരു ചെറിയ സീറോ ഇടുക, ഒരു സ്ലാഷ് ഇടുക, പിന്നെയും ഒരു സീറോ ഇടുക. ദിസ് ഇസ് ഹൗ യു റെപ്രസെന്റ്. ദിസ് ഇസ് ദ സിമ്പിൾ ഫോർ പെർസെന്റ്, നമ്പർ ഓഫ് പാർട്സ് ഇൻ എവറി 100. സോ 8% എന്ന് പറഞ്ഞാല് ദിസ് ഇസ് 8/100. 8/100നെയാണ് നമ്മൾ 8% എന്ന് പറയുന്നത്. 8 parts out of 100 parts. ഫ്രാക്ഷൻ പോലെ തന്നെ 100, ബട്ട് ഡിനോമിനേറ്റർ നമ്മൾ ഫ്രാക്ഷൻസ് പറയുമ്പോൾ ഡിനോമിനേറ്റർ ക്യാൻ ബി എനി വാല്യൂ, ബട്ട് പെർസെന്റേജസ് പറയുമ്പോൾ ഡിനോമിനേറ്ററിന്റെ വാല്യൂ എപ്പോഴും 100 ആയിരിക്കും. സോ ഹൗ മെനി പാർട്സ് ഇൻ എവറി 100? 8% എന്ന് പറഞ്ഞാൽ 8/100. സോ ഹിയർ യു കെൻ സി ഇതൊരു 100ന്റെ സ്ക്വയർ ആണ്. യു കെൻ സി ദിസ് ബിഗ് സ്ക്വയർ ഇസ് ഡിവൈഡഡ് ഇൻ ടു 100 small squares. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 columns ഉണ്ട്, അതുപോലെ 10 rows ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. So total 100 columns ഉണ്ട്. ഇതിൽ എത്ര കോളംസ് ഗ്രീൻ കളർ മാർക്ക് ചെയ്തിട്ടുണ്ട്? ഇത് 10, ഇത് 20, 25. So this is 25/100. 25/100 പറഞ്ഞാൽ എത്രയാണ്? 25% ആണ്. 25/100 is 25%. So how many parts out of 100? 25 out of 100, which is 25%. Percentages and percent രണ്ടും ഒന്നാണ്. Means the number of parts out of 100. The symbol percent, for example, this diagram shows 25 out of 100 squares shaded, which is 25%. So I hope this is clear. ഒന്നുമില്ല, എത്ര 100ല് എത്ര പാർട്സ് എന്നുള്ളതാണ് പെർസെന്റേജ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. Here is a diagram of a label inside a dress. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡ്രസ്സൊക്കെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഡ്രസ്സില് 95% കോട്ടണും 5% ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ 50% കോട്ടൺ ആൻഡ് 50% പോളിസ്റ്റർ, അങ്ങനത്തെയൊക്കെ മാർക്കിങ്സ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ലേബലിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് അല്ലെ, ഇല്ലെങ്കിൽ 100% കോട്ടൺ. സോ ഹിയർ ഇസ് എ ഡയഗ്രാം ഓഫ് എ ലേബൽ ഇൻസൈഡ് എ ഡ്രസ്. ആമി spilled a drink on the label. What percent of the dress was silk? അപ്പോ ഒരു സിൽക്ക് ഒരു ഡ്രസ്സിന്റെ ലേബൽ ഉണ്ട്. അപ്പൊ നമ്മള് ടോട്ടൽ പറയണമെന്നുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് ആണ്? 100%. നമ്മള് ഫ്രാക്ഷനിൽ പറയുമ്പോ 1നെയാണ് നമ്മള് 1 full ആയിട്ട് പറയണത് അല്ലെ. സോ 1 full, ഇതാണ് 1 full. ഇപ്പൊ പെർസെന്റേജസിൽ പറയണമെന്നുണ്ടെങ്കിൽ 100% ആണ് 1 full എന്നുള്ളത്.
So here is a diagram of a label inside a dress. ഒരു ഡ്രസ്സിന്റെ ലേബൽ ആണ്. അപ്പോൾ 50% കോട്ടൺ ആണ്. എത്ര % സിൽക്ക് ആണെന്നുള്ളത് കാണാനില്ല. 25% വൂളാണ്. 50% cotton, then let's mark it as X%. X% silk ആണ് and 25% wool ആണ്. 25% wool ആണ്. Okay, 50% cotton ആണ്. ഇത് എത്രയാന്നുള്ളത് അറിയില്ല. 25% wool ആണ്. ഇത് മൂന്നും കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% കിട്ടണം. അതാണ് ടോട്ടൽ ഡ്രസ്. സോ 50 + 25 എത്രയാണ്? 75%. 75ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 100 കിട്ടും? We know 75 + 25 ആണ് 100. So silk is also 25%. ഇതെങ്ങനെയാ ഫൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഹോൾ ഡ്രസ്സില് ഹോൾ ഡ്രസ് 100% ആണ്. അതിൽ 50% കോട്ടൺ ആണ്, 25% വൂൾ ആണ്. ബാക്കിയുള്ളത് സിൽക്ക് ആണ്. അപ്പൊ 50 + 25 75% എന്താന്നുള്ളത് അറിയാം. ബാക്കിയുള്ള പെർസെന്റേജ് സിൽക്ക് ആണ്. സോ ടോട്ടൽ 100% ആണ്. അപ്പൊ 100 - 75 എത്രയാണ്? 25 ആണ്. സോ 25% is silk. So percentage of silk is 100 - 50 - 25. 100% represents the whole, which is equal to 25. So answer is 25% of the dress was silk. You could also work this out by adding the amount of cotton and wool together first. 50 + 25, 75. 100 - 75, 25. So ഇങ്ങനെയാണ് ഇത് വർക്ക് ഔട്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 100% ആണ്. അപ്പോൾ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിന്റെ പെർസെന്റേജ് അറിയാം. അപ്പൊ തേർഡിന്റെ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, 100 സബ്ട്രാക്ട് ചെയ്യുക. Now write the fraction marked as A. ഇവിടെ A മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 0 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 100% മാർക്ക് ചെയ്തിട്ടുണ്ട്. You can see this is divided into 10 equal parts. 10%, 20, 30, 40, 50, 60, 70, 80, 90, 100. Even if it is only 20, 40, 60, 80, 100 mark ചെയ്തിട്ടുള്ളൂ, in between you can see the markings. So this is 10, 20, this is 30, 40, 50, 60, 70, 80, 90, 100. So ഇവിടെ ഇത് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെവിടെയാ വരുന്നത്? ഇത് 20% ആണ്, ഇത് 30% ആണ്. 20യുടെയും 30യുടെയും ഇടയിൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇറ്റ് ഇസ് 25%. 25%. പെർസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ 100 ആണ്. അപ്പൊ 25% എന്ന് പറഞ്ഞാല് ദിസ് ഇസ് 25/100. 25/100 ആണ്, which is 1/4 ആണ്. This is 1/4. So the fraction marked as A is 1/4. ഇവിടെ നമ്മൾ ഫ്രാക്ഷനെ അതിന്റെ ലോവസ്റ്റ് ഫോമില് എഴുതി. അങ്ങനെയാണ് 1/4 എഴുതിയത്. ഇനി റൈറ്റ് ദ പെർസെന്റേജ് മാർക്ഡ് ആസ് ബി. ബിയുടെ പെർസെന്റേജ് എത്രയാണ്? ഇത് 60 ആണ്, ഇത് 70 ആണ്, ഇത് 80 ആണ്. 70യുടെയും 80യുടെയും എക്സാക്ട് മിഡില്. സോ ഇത് എത്രയാണ്? 75% ആണ്. സോ ദ നമ്പർ മാർക്ക് ബി ഇസ് 75%. ഇത് ഫ്രാക്ഷനിൽ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതുക? ദിസ് ഇസ് റിട്ടൺ ആസ് 75/100. (75/100). 75/100 എത്രയാണ്? It is 3/4. അപ്പൊ
ഇത് represent ചെയ്യുന്ന fraction 3/4 ആണ്. Percentage is 75%. ഇനി നമുക്ക് 5/20 എന്നൊരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. Imagine you're given a fraction of the form 5/20. ഇതിന്റെ പെർസെന്റേജ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാല് എങ്ങനെയാ അത് ഫൈൻഡ് ചെയ്യുക? പെർസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡഡ് ബൈ 100 ആണ്. പെർസെന്റ് മീൻസ് ഡിവൈഡഡ് ബൈ 100. ഇവിടെ നമ്മൾ ഈക്വലന്റ് ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്താൽ മതി. 20 ഇൻറ്റു എത്ര ചെയ്താൽ 100 കിട്ടും? We know 20 into 5 is 100. So equivalent fraction find ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 20 into 5 100, 5 into 5 25. So പെർസെന്റേജിൽ എഴുതുമ്പോൾ this is 25/100, 25%. 25/100 just 25%. So I hope this is clear. അപ്പൊ ഈക്വലന്റ് ഫ്രാക്ഷൻ പോലെ തന്നെയാണ് നമ്മൾ പെർസെന്റേജ് ഫൈൻഡ് ചെയ്യണത്. തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പൊ 3/4 പെർസെന്റേജ് ഫൈൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൊ ബൈ 100 ചെയ്യുമ്പോഴാണ് നമുക്ക് പെർസെന്റേജ് കിട്ടുന്നത് അല്ലെ. 25 into 4 ആണ് 100. We know 25 into 4 is 100. നമ്മൾ എന്ത് ചെയ്യണം? 25 into 3 ചെയ്യണം. 25 into 3 എത്രയാണ്? 75 ആണ്. So 3/4 is 75% or 75/100. ഇത് 75% ആണ്. നമ്മൾ മാർക്സ് ഒക്കെ പെർസെന്റേജിൽ പറയണ കേട്ടിട്ടുണ്ടാവും അല്ലെ. യു മൈറ്റ് ഹവ് ഹേർഡ് അബൌട്ട് marks being said in percentages. For example, നമുക്ക് 30/50 ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ ഇതെങ്ങനെ പെർസെന്റേജിൽ ഫൈൻഡ് ചെയ്യുക? ബൈ 100 എഴുതണം എന്ന് പറഞ്ഞു അല്ലെ. ബൈ 100 ചെയ്താൽ നമുക്ക് പെർസെന്റേജ് കിട്ടും. 50 into 2 ആണ് 100. അപ്പൊ എന്ത് ചെയ്യണം? 30 into 2 ചെയ്യണം. 30 into 2 എത്രയാണ്? 60 ആണ്. So 30/50 is 60%. ഇങ്ങനെയാണ് നമ്മൾ പെർസെന്റേജസ് ഫൈൻഡ് ചെയ്യുന്നത്. 50 into 2 ചെയ്താൽ 100 കിട്ടും. So we do 30 into 2. 30 into 2 is 60, which is 60/100, 60%. So divided by 100. How many parts out of 100നെയാണ് നമ്മൾ പെർസെന്റേജ് എന്ന് പറയുന്നത്? 10 parts out of 100 ആണെങ്കിൽ 10%. 20 parts out of 100 ആണെങ്കിൽ 20%. 3 parts of 100 ആണെന്നുണ്ടെങ്കിൽ 3%. So any number divided by 100 will give you percentage. So by 100 അല്ലാന്നുണ്ടെങ്കിൽ we find equivalent fractions and make it by 100. A team won 25% and drew 25% of the games they played. What percentage of games did they lose? അപ്പൊ എല്ലാം കൂടി കളിച്ച നമ്പർ ഓഫ് ഗെയിംസിന് നമ്മൾ പറയുന്നത് 100% എന്നാണ് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ഗെയിംസ് പ്ലേഡ് ഇസ് 100%. ഈ 100% ഗെയിംസ് കളിച്ചതിൽ 25 they won, 25% of the games ജയിച്ചു, 25% of the games ഡ്രോ ചെയ്തു, ബാക്കിയെല്ലാം തോറ്റു. അപ്പൊ എത്ര ഗെയിംസ് തോറ്റു, ഹൗ മെനി ഡിഡ് ദേ ലൂസ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 100% എന്ന് ലെസ് ചെയ്താൽ മതി. സോ ഗെയിംസ് വൺ 25%, ഗെയിംസ് ഡ്രോൺ 25%. സോ ടുഗെദർ 50% of the games they have either won or drawn. ബാക്കിയുള്ളത് they have lost. So 100 minus 50 എത്രയാണ്? 50. So they have lost 50% of their games. ഇങ്ങനെയാണ് എത്ര പെർസെന്റേജ് ലൂസ് ചെയ്തു എന്ന് ഫൈൻഡ് ചെയ്യുന്നത്. So I hope this is clear to all of you. Please watch the video, children. Any doubts, please do post it in the screen. That's all for today. Thank you and take care.